വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു സ്റ്റേഷനറി ഹോളിന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്നൊരു വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഞാൻ അവസാനം കുറച്ച് ഷോപ്പിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുക. അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് ക്യൂട്ട് ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലിതാ ആദ്യത്തെ ഇത് സ്റ്റേഷനറിയിൽ പെടില്ല എന്നെനിക്കറിയാം. മെയിനായിട്ട് ഞാൻ അതെന്താ വാങ്ങിയെന്ന് വെച്ചാൽ, ഞങ്ങളടുത്ത് തന്നെ ഒരു 5 റിയാൽ ഷോപ്പുണ്ട്. അവിടെ ഞാൻ ഇന്നലെ മിനിയാന്ന് പോയ ടൈമിൽ അവിടെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ജഗ്. നമുക്കിനി റമദാനും കൂടിയും വരാൻ പോവല്ലേ, അപ്പം ഇങ്ങനത്തെ ഒരു ജഗ് എന്തായാലും എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നി. സോ ഒന്നും ഞാൻ ചിന്തിച്ചില്ല, 5 റിയാലെങ്കിൽ 5 റിയാൽ ഓക്കെ ഫൈൻ എന്ന് കരുതിയിട്ട് ഞാനിത് വേഗം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, ഒന്നാമത് എനിക്ക് ഈ ജഗ് നല്ല കേട്ടോ, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ വൈറ്റ് കളേഴ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതാണെങ്കിലോ വൈറ്റ് ജഗ്ഗും. അപ്പം ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഗൈസ്, ഞാനിതങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടായ. ഇതിൻ്റെ വേറെ എന്തോ ഒരു കളറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അതായത് ഒരു ബ്രൗൺ കളറോ അങ്ങനെ എന്തോ ഒരു കളറും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ വൈറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്തത് വന്നിട്ട് ഒരു ഗ്ലാസ് സെറ്റാട്ടോ. ഇതിനും 5 റിയാലേ ഉണ്ടായിരുന്നുള്ളൂ. 5 റിയാലിന് 2 ഗ്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കതെന്തോ നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പിൻട്രസ്റ്റിലും അതേപോലെ ഈ കൊറിയൻ വ്ളോഗ്സും അങ്ങനെ അതിലൊക്കെ ഞാൻ ഇതേപോലത്തെ ഗ്ലാസ്സൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് വാങ്ങണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ലുലുവിലൊക്കെ പോയ ടൈമിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്നൊക്കെ ഇതിന് ഒരു ഗ്ലാസ്സിന് തന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, 10 11 അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് 5 റിയാലിന് 2 ഗ്ലാസും പോരാത്തതിന് സ്ട്രോയും ഒക്കെ ഉണ്ടായപ്പം ഞാൻ പിന്നെ കൂടുതലായിട്ട് ചിന്തിക്കുമോ ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഞാനില്ലേ ഓരോ സ്റ്റേഷനറി, അതായത് സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങൾ എൻ്റെ കണ്ണിൽ പെട്ടത്. ഇതിനാണെങ്കിൽ എന്തൊക്കെയോ ഒരു മാല എന്ന് പറഞ്ഞാൽ എന്തോ പേൾസിൻ്റെ എന്തൊക്കെയോ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതുള്ളത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. കുഴപ്പമില്ല, എനിക്കങ്ങനെ കുറേ ആഡംബരം ആയിട്ടിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഇതാക്കുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ആ പേൾസിൻ്റെ അതിങ്ങനെ ഇട്ടത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. അത് വേറെ കാര്യം. എങ്കിലും കിട്ടിയതല്ലേ, വെറുതെ കളയണ്ടല്ലോ. അപ്പം വീഡിയോയിലും ഒന്ന് കാണിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത് കണക്റ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 5 റിയാലിൽ ഈ 2 സ്ട്രോയും വരുന്നുണ്ട്, 2 ഗ്ലാസും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഗ്ലാസ്സിന് 5 റിയാലാന്നേനു. പക്ഷേ ഞാനതെടുത്ത് ബില്ല് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആൾ പറയുന്നത് ഇതിങ്ങനെ പെട്ടിയിട്ട് വരുന്ന ബോക്സ് പീസാണ്, അത് 2 5 റിയാലെന്ന്. ഞാൻ ചാടിത്തുള്ളി വേഗം പോയി ഒരു ബോക്സ് പീസ് തന്നെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ഗ്രീനും അതേപോലെ ബ്രൗൺ ബ്ലാക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഈ വൈറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് പൊതുവെ വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ റമദാനൊക്കെ ആവുകയാണല്ലോ, സംഭവം ഇത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചല്ലേനു. ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ എന്തോ ഒരു ഇതിൽ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ, ഇതെന്തിനാണ് ഞാൻ വാങ്ങിയെന്നുള്ളത് ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഈ സ്റ്റിക്ക് എൻ്റെ 6 എണ്ണം ഉണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും, എൻ്റെ അധിക വീഡിയോയിലും ഈ ഒരു 6 സ്റ്റിക്ക് ടേബിളിൽ ഉണ്ടാവലുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലൂ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അതായത് ഗ്ലൂവിൻ്റെ സ്റ്റിക്ക് എന്തിനാണ് വാങ്ങിയെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അതിലൊരു വാട്ടർ ഗ്ലൂവും കൂടി ഉള്ളതുകൊണ്ട് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അന്നേരം കണ്ടിട്ട് എന്തോ ഒരു ഇതിൽ ഇട്ടു പോയതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ എന്ത് പറയാനായിട്ട് എല്ലാവർക്കും കണ്ടതിന് മനസ്സിലാവല്ലോ, ഒന്നുമില്ല, ഒരു സിസേഴ്സും പിന്നെ ഒരു കറക്റ്റർ ടാപ്പും പിന്നെ ഒരു വൈറ്റ്നറും.
ഇതില്ലേ സംഭവം ഇതിൽ ഓൾറെഡി ടാപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്കിതെന്തോ ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് നല്ല പിങ്ക് കളർ, എനിക്കെന്തോ ഭയങ്കര ഒരു അതായത് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പം നമുക്ക് വാങ്ങാനുള്ളൊരു ത്വര കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതേനു കേട്ടോ. ഇത് സംഭവം ഇതിൽ വേറെ സിസേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ക്യൂട്ടല്ലേ വാങ്ങാം എന്ന്. ഇത് ഞാൻ ഇതേപോലെ 2 എണ്ണം 5 റിയാലിന് വാങ്ങിയതേനു. പക്ഷേ ഇതെനിക്ക് അത്ര കണ്ട് വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത് ഞാൻ നാട്ടിലൊക്കെ അതിന് ടൈമിൽ ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു 110 രൂപക്ക് എത്രയോ 100 സംതിങ് പേജോ അങ്ങനെ എന്തോ സ്റ്റിക്കേഴ്സ് വരുന്നത്. ഇത് 5 റിയാലിന് വെറും 3 ഷീറ്റാണുള്ളത്. കണ്ടോ ഇങ്ങനെ, അതായത് ഇതിൽ അതിന് മാത്രം സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിലും വേണ്ടിയില്ല, അതിന് മാത്രം അങ്ങനെ സ്റ്റിക്കേഴ്സും ഇല്ല, കുറച്ച് സ്റ്റിക്കേഴ്സും, അതും ആകെ 3 ഷീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെനിക്ക് അത്ര അങ്ങോട്ട് വർത്തായിട്ടും തോന്നിയിട്ടില്ല. ഇത് പിന്നെ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പർപ്പിള് അങ്ങനെ ഏതൊക്കെയോ കളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിങ്കും പിന്നെ ഒരു ബ്ലൂ കളർ തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സ് ആയിരുന്നു കേട്ടോ മെയിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഇത് സംഭവം എനിക്ക് സ്റ്റിക്കേഴ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിക്കേഴ്സൊക്കെ ആയിരുന്നു. പക്ഷെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇല്ല, അത്ര എനിക്ക് വർത്തായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ സെയിം എന്ന് പറഞ്ഞാൽ ഇതേ ഏകദേശം, പക്ഷേ അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഡിഫറെൻ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അന്ന് വാങ്ങുമ്പം എന്തോ ഒരു ഇതിൽ ഞാൻ വാങ്ങിയതായിരുന്നു എന്ന് തോന്നുന്നു. അത്ര വലിയൊരു ഡാർക്ക്നെസ് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റിക്കേഴ്സ് പോലെ. ഞാൻ ഇതിൻ്റെ സെയിം പർപ്പിൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അപ്പോൾ വിചാരിക്കുക അന്നേരം പർപ്പിൾ എടുത്താൽ മതിയായിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ കംപ്ലീറ്റ് ഒന്നുമില്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ ബ്ലൂ അങ്ങനെ തന്നെയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പർപ്പിൾ എടുത്താൽ മതിയേനു എന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വാങ്ങിക്കഴിഞ്ഞില്ലേ, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ സ്റ്റിക്കേഴ്സൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു ഡാർക്ക്നെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കെന്തോ, ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏതോ ഒരു ബുക്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനവിടെ പൊതുവേ ഹൈലൈറ്റേഴ്സൊക്കെ കാണില്ല, പക്ഷെ സാധാ ഹൈലൈറ്റേഴ്സ് ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട്, അതും നല്ല കളേഴ്സിലും, പർപ്പിള് അതേപോലെ ഒരു ലൈറ്റ് പിങ്ക് യെല്ലോ ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പീച്ച് പോലത്തെ ഒരു കളറൊക്കെ ഉണ്ട് അതിൽ. എനിക്കെന്താ പറയുക, എനിക്ക് വാങ്ങിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു സാധനം ഇതാണ്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം 5 റിയാലായതുകൊണ്ട് ചില സാധനമൊക്കെ നല്ല ഫ്ലോപ്പ് ആവലുണ്ട്. അപ്പം ഇതും ഈ കളറൊക്കെ കൊടുക്കുമ്പോൾ ഫ്ലോപ്പ് ആവോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഞാൻ 2-3 കളേഴ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലോപ്പ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ കുറേ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈലൈറ്റർ അല്ല തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ എടുത്തത് കേട്ടോ. ഇത് ഞാൻ വാങ്ങുമ്പം എന്താ പറയുക, എൻ്റെ മോൻ ഇതേപോലെ കുറേ കച്ചറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഓനക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് അനക്കുള്ളതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല നല്ല കളേഴ്സ് ആയിരുന്നു. പുറത്തിന് എനിക്കിപ്പോൾ എഴുതിയിട്ട് എനിക്കങ്ങനെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ നിന്ന് വാങ്ങുന്ന ചില കളേഴ്സ് ആയിക്കോട്ടെ, ഞാൻ വേറെ എന്തൊക്കെയാണോ ഓയിൽ പേസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ല ഫ്ലോപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വാങ്ങുന്നതൊക്കെ ഫ്ലോപ്പ് ആവാണ്ട് സെറ്റാവലുണ്ട്. അപ്പം ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതെനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യാൻ, ഇഷ്ടമായിക്കുന്നോ ഇല്ലയോ എന്ന്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ കളേഴ്സൊക്കെ എന്താ പറയുക, നല്ല അടിപൊളി കളേഴ്സും പുറത്തെ നല്ല ക്യൂട്ട് സാധനങ്ങളും. അങ്ങനെ ഇതിൻ്റെ റോൾ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടേനെ. ഇതെന്താണെന്ന് വെച്ചാൽ സെയിം ഞാൻ നേരത്തെ കാണിച്ചില്ലേനോ സ്റ്റിക്കേഴ്സും, അതിൻ്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബുക്കുണ്ട്. അതേപോലെ എൻ്റെ സൗണ്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് സംസാരിക്കാനൊക്കെ. ഇതും 2 എണ്ണം 5 റിയാലിനേനു കേട്ടോ. ഇതെനിക്കെന്തോ കുറച്ചും കൂടി ഇഷ്ടമായിട്ടുണ്ടേനു. ഇതും ഇതേപോലെ ഞാൻ എന്താ പറയുക, ഫുൾ ഒന്നില്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ
പിങ്ക് അതുതന്നെയായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിക്കുക വേറെ എന്തൊക്കെയോ കളേഴ്സ് ഉണ്ടായിരുന്നു, ഗ്രീന്, പർപ്പിള്, പിന്നെ യെല്ലോ, അങ്ങനെ എന്തൊക്കെയോ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതെന്താ കളർ തന്നെ വാങ്ങിയെന്നുള്ളത് എനിക്ക്, അതായത് ഞാൻ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ ഇങ്ങനെ എന്താ പറയുക ഒക്കെ എടുത്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. ചിലരൊക്കെ വീട്ടിൽ കൊണ്ടുപോയിക്കുക, അത് അതേപോലെ വെക്കുക, പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നോക്കുക, അങ്ങനെയൊക്കെ ആണല്ലോ ചിലരുണ്ടാവുക. പക്ഷേ ഞാനങ്ങനല്ല, എനിക്ക് എന്തെങ്കിലും സാധനം ഞാനിങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്നാൽ അവിടെ നിന്ന് ഞാൻ കണ്ട് ഇഷ്ടമായിട്ട് എനിക്ക് വാങ്ങിയിട്ടുണ്ടാവുക. എന്നാലും വീട്ടിൽ കൊണ്ടുപോയി ഒരു വീട്ടിലോട്ട് കയറിക്കഴിഞ്ഞ് അവിടെ അങ്ങോട്ട് ഇരുന്ന് ഡ്രസ്സ് പോലും വയ്ക്കാണ്ട് ഞാൻ വാങ്ങിയ സാധനങ്ങളും നോക്കൽ കേട്ടോ. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എന്തിനാ ഞാനിങ്ങനെ യെല്ലോ, ബ്ലൂ, പിങ്ക് വേറെയും കളേഴ്സ് ഉണ്ടായിരുന്നുള്ളത് എന്തേ ഞാനിങ്ങനെയൊക്കെ വാങ്ങിയത്. പിന്നെ വാങ്ങിക്കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ കൂടെ എനിക്കിങ്ങനെ ഒരു 2-3 സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റാറും പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുമ്പം ഇതാക്കുന്നില്ലേ, ആ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. 2 എണ്ണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ എനിക്കൊന്ന് 3 ഷീറ്റ് സാധാ സ്റ്റിക്കേഴ്സ് കേട്ടോ, കണ്ടില്ലേ. ഇതിലെ സ്റ്റിക്കേഴ്സും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ ഇതും എനിക്ക് അങ്ങനെ 5 റിയാലിന് വേർത്തായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടായി തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. എനിക്ക് തോന്നുന്നു മറ്റ് സ്റ്റിക്കേഴ്സിനേക്കാളും എനിക്ക് എന്തുകൊണ്ടും ബെറ്റർ ഇതാണെന്ന് കേട്ടോ തോന്നിയിട്ടില്ല. മറ്റേ സ്റ്റിക്കേഴ്സ് ഞാൻ എന്തിൽ ഞാൻ എടുത്തിട്ടതാന്നുള്ളത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ കണ്ടില്ലേ, ഈ 3 പേജ് കഴിഞ്ഞാൽ പിന്നെ ഇത് ജസ്റ്റ് ഗ്ലിറ്റർ പേപ്പേഴ്സ് ആട്ടോ. ഗ്ലിറ്റർ പേപ്പറല്ല, ഗ്ലിറ്ററായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഇതിലിങ്ങനെ കാണാനെങ്ങനെ തോന്നുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇത് ശരിക്കും ഗ്ലിറ്ററായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ മറ്റേ സ്റ്റിക്കേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത് കുറച്ചും കൂടി വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഇതേപോലെ 3 പേജാണ് ഇങ്ങനെ ഗ്ലിറ്ററായിട്ടുള്ള സ്റ്റിക്കേഴ്സ് വന്നിട്ട്, പിന്നെ ബാക്കി കംപ്ലീറ്റ് ബ്ലാങ്ക് പേപ്പേഴ്സാണ്. പക്ഷേ അത്യാവശ്യം നല്ല ഗ്ലോസി ആയിട്ടുള്ള പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഹോം മെയ്ഡായിട്ട് DIY സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയാൽ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇന്ത്യയിൽ ഓൾറെഡി കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഞാനിങ്ങനെ പ്രിൻ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി അതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് ടോപ്പാക്കാലോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും അതേപോലെ തന്നെ ബ്ലൂ കളറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിയത് മൊത്തം ബ്ലൂ പിങ്ക് ഇത് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച സ്റ്റിക്കേഴ്സും പിങ്കും ബ്ലൂ, ഇതാണെങ്കിലും അതായത് ഈ ബുക്കായിട്ട് വരുന്നതും ബ്ലൂവും പിങ്കും. ഇതിൽ എന്താ ഒരു റൗണ്ട് കളറ് സാധനം, പിന്നെ സ്റ്റിക്ക് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതും എങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. ഇതും നേരത്തെ അതേ സെയിം തന്നെ, പക്ഷേ സ്റ്റിക്കേഴ്സ് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു. നേരത്തെ ഞാൻ കാണിച്ച ആ സ്റ്റിക്കറിൽ ആ ബ്ലൂ ഉണ്ടല്ലോ, അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൽ സ്റ്റിക്കേഴ്സ് രസമുണ്ട്, പക്ഷെ തീരെ കളറൊന്നും ഇല്ലാഞ്ഞിട്ട് എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ജേർണലിങ് വീഡിയോസൊക്കെ ചെയ്യുമ്പം ഹെൽപ്ഫുൾ ആണല്ലോ. അങ്ങനെ ഇതിലും വന്നിട്ട് 3 പേജ് നമ്മുടെ സാധാ സ്റ്റിക്കേഴ്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 3 പേജിൽ ഗ്ലിറ്ററായിട്ട് വരുന്ന സ്റ്റിക്കേഴ്സാണ്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്ര അങ്ങോട്ട്, അതായത് ഓവർ ഗ്ലിറ്റർ എന്നല്ല കേട്ടോ, പക്ഷെ ഒരു വൃത്തിയുള്ളൊരു ഗ്ലിറ്ററിങ് ഉണ്ടല്ലോ, ഗ്ലിറ്റർ എന്ന് പറയാൻ പറ്റൂല, എന്താ പറയുക, അതേ എന്തോന്ന് പറയും. ഞാൻ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിങ്ങനെ ബുക്കിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കാണിക്കാം കേട്ടോ. ഇതിലും ഇതേപോലെ 3 ആ ഗ്ലിറ്റർ പോലത്തെ പേജും സാധാ 3 പേജും ആയിരുന്നു കേട്ടോ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ബാക്കി പേജസ് വന്നിട്ട് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ പറയില്ല, നേരത്തെ ഗ്ലോസി ആയിട്ടുള്ളൊരു പേജാണ്. അതുകൊണ്ട് നമുക്ക് ഇനി സ്റ്റിക്കേഴ്സ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാലും ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര വേർത്തെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ അടുത്തത് വന്നിട്ട് ഇതാണ്. ഇതില്ലേ, ഞാൻ ഒട്ടും വലിയ പ്രതീക്ഷകൾ ഇല്ലാതെ വാങ്ങിയതാണ്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് വേറൊരു എന്താ പറയുക, ഒരു ഓയിൽ പേസ്റ്റിലുണ്ടല്ലോ, അത് കാണിക്കാം. അതായത് ക്രോമിൻ്റെ, ഞാനത് കുറച്ച് അയക്കുന്നു കേട്ടോ, ആ ഷോപ്പിൽ കാണുന്നത്. ഇതും ഇതേപോലെ ബ്ലൂ, പിങ്ക്, അങ്ങനെ ഏതൊക്കെയോ കളേഴ്സിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതെന്തേന്നാവും, ഞാൻ എന്തോ ഒരു ഇതിൽ എന്തായാലും പർപ്പിൾ കളറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പിങ്കും ബ്ലൂവും
അങ്ങനെ ഏതൊക്കെയോ കളേഴ്സിൽ വരുന്നത്. ഇതെന്തോ ഒരു ഇതിലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അല്ലെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുമ്പം ഞാൻ വിചാരിക്കുന്ന സാധനങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ ഞാൻ എടുക്കുക. എന്ന് വെച്ചാൽ ഞാൻ ഓക്കെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു വരും, എന്നിട്ട് വീട്ടിലെത്തിയിരുന്ന് ഭയങ്കര റിഗ്രറ്റ് അടിക്കും. എനിക്കത് എടുത്താൽ മതിയേനു, ഇതെടുത്താൽ മതിയേനു എന്ന് പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും ഇപ്പം എന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ഏതായാലും എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു വെറൈറ്റി കളർ പിടിച്ചു. ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒക്കെ നല്ല നല്ല കളേഴ്സ് ആയിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ കളേഴ്സൊക്കെ വന്നിട്ട്. അതേപോലെ എനിക്ക് വർത്തായി തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് ജസ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തൊക്കെ നോക്കിയപ്പം വലിയ കുഴപ്പമില്ലാത്ത കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. 5 റിയാലായിരുന്നെങ്കിലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഇതാ ഇത്രയും 18 കളേഴ്സ് എന്തോ ആയിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. എഗെയിൻ നമുക്കിതാ ഈ സാധനത്തിലോട്ട് വരാം. ഇതില്ലേ ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തതാണെങ്കിലും കൂടിയിട്ട് ഞാൻ പറയില്ല, 5 റിയാലിൽ ഞാൻ വാങ്ങുന്ന ചില സാധനങ്ങളൊക്കെ കട്ട ഫ്ലോപ്പ് ആവലുണ്ട്. അതേപോലെ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ച് വാങ്ങിയൊരു സാധനമായിരുന്നു ഇത്. പക്ഷേ ഇതെനിക്ക് എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പ്രിൻ്റ് ചെയ്തിട്ട് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് അതായത് നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെല്ലൈക്കണും കൂടി അടിക്കണം കേട്ടോ. കണ്ടില്ലേ, ഇത് ഞാൻ പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നോക്കാം എന്ന രീതിക്ക് വാങ്ങിയതേനു ഇത് ജസ്റ്റ് എന്തോ ഒരു സ്മൈലിൻ്റെ ഒരു ഇതേനു. ഇതല്ലാണ്ട് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ. അതായത് വേറെ എന്തൊക്കെയോ വെരി ഗുഡ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ വാങ്ങിയത് ഈ ഒരു സെറ്റായിരുന്നു. അതായത് കൂടുതലായിട്ട് സ്മൈലീസും അതേപോലെ ലവ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നത്. ഇത് വന്നിട്ട് എന്താ ഒരു ഹലോ സ്റ്റാറിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് ഞാൻ വിചാരിച്ച് ഇത് ആദ്യം ഞാൻ പ്രിൻറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ ഇത് ഫ്ലോപ്പായി, ഏതോ 1-2 കളേഴ്സ് മാത്രമേ വർക്കൗട്ട് ആവുന്നുള്ളൂ, 1-2 സാധനങ്ങൾ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ എന്നുള്ളത് കേട്ടോ. പക്ഷേ ഇത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്യാഞ്ഞിട്ടേനു. പിന്നെ ഞാൻ ജസ്റ്റ് ടാബിൽ വെച്ച് പ്രസ് ചെയ്തപ്പം സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അതായത് ചില സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് വാങ്ങുന്നത് നല്ല അടിപൊളിയായിരിക്കും. അതിനുവേണ്ടി നമ്മൾ നല്ല എക്സ്പെക്റ്റ് ചെയ്ത് വാങ്ങുന്ന സാധനങ്ങൾ വൻ ഫ്ലോപ്പ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയത്തില്ല, വീഡിയോ ഒക്കെ വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വൺസ് അഗെയിൻ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സ്റ്റേഷനറിയിൽ ഇതെന്താ ഗ്ലാസ് ജഗ് എന്നൊന്നും കരുതണ്ട, ഞാൻ ഏതായാലും വാങ്ങിയതല്ലേ, എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ക്ലിക്ക് ചെയ്തതിനും കണ്ടതിനും താങ്ക് യു സോ മച്ച്.